നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറെ അധികം സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസ് കണ്ടിട്ടും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ അധികം മാറ്റങ്ങൾ വരുന്നതിന് സഹായിക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ടെക്നിക്ക് ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറെ ആൾക്കാർ ഇങ്ങനെ കുറേ അധികം ഈ സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസ് കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളത്. എന്താണ് മെയിൻ റീസൺ എന്നുള്ളത് ഇപ്പോൾ പറയാം. അതായത് ഇപ്പോൾ സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസിൽ പറയുന്നത്, ഒരു സമ്പന്നനാവണമെങ്കിൽ നിങ്ങൾ കുറേ അധികം കാശ് ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ സ്റ്റോക്കിൽ കാശ് ഇടണം, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അതായത് ഒരു സമ്പന്നൻ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കാണുന്ന വ്യക്തികൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവര് അതിൽ മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അത് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ഈ ചേഞ്ചസ് എല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ആ മിസ് ചെയ്യുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബീയിങ് അല്ലെങ്കിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയിരിക്കുന്നതിന്, അതായത് ഒരു സമ്പന്നനാകണമെങ്കിൽ ആ സമ്പന്നനായിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും? അതുപോലെ തന്നെ ആ ഒരു ബീയിങ് മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില മൈൻഡ് സെറ്റുകളുണ്ട്. പ്രധാനമായിട്ടും 3 മൈൻഡ് സെറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഹാവിങ് മൈൻഡ് സെറ്റ്. എന്താണ് ഈ ഹാവിങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എനിക്ക് ഒരു വലിയൊരു ലക്ഷൂറിയസ് കാർ ഉണ്ടെങ്കിൽ ഞാൻ സമ്പന്നനായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ലക്ഷൂറിയസ് വീടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വലിയൊരു സമ്പന്നനായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലെ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്, ബാഹ്യമായിട്ടുള്ള ആ കുറേ അച്ചീവ്മെൻറ്റ്സ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ ഞാൻ സക്സസ് ആയി എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ പറയുന്ന ഹാവിങ് മൈൻഡ് സെറ്റ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാത്തിലും ഇത് കാണാൻ സാധിക്കും. ഇപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ സെലിബ്രിറ്റീസ് അവരുടെ വലിയൊരു ലക്ഷൂറിയസ് കാർ മേടിച്ചു, അത് ആ ഒരു പിക്ചർ അവരവരുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തു. അല്ലെങ്കിൽ അവർ വലിയൊരു വീട് മേടിച്ചു, അതിൻ്റെ ഒരു പ്രൊഫൈൽ അവർ ഷെയർ ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലേക്ക് വരുന്നത്, വലിയ വലിയ സക്സസ് ആവണമെങ്കിൽ ഇത്തരത്തിൽ വലിയ ലക്ഷൂറിയസ് കാർ വേണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വീട് മേടിക്കണം. ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ഞാൻ സക്സസ് ആവുള്ളൂ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു കണ്ടീഷനിങ്, അതായത് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സംഭവിക്കുന്നുണ്ട്. ഈ ഹാവിങ് മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഈ ഒരു ഡൂയിങ് അതുപോലെ തന്നെ ബീയിങ് എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു കഴിയുമ്പോഴാണ് ജീവിതത്തിൽ പല പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഡൂയിങ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഡൂയിങ് മൈൻഡ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസ് കാണുമ്പോൾ അതിൽ പറഞ്ഞു തരുന്ന ടെക്നിക്കുകളൊക്കെ തന്നെ ഈ ഒരു ഡൂയിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മെ നയിക്കും. പക്ഷേ ഈ ഡൂയിങ് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം മാത്രമാണ്. അതായത് ഒരു കാറ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ കാറിൽ ചിലപ്പോൾ ഒരു ടയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ, ഇങ്ങനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഡൂയിങ്. അതായത് ഇതിൽ പല പല ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിച്ച ഒരു കാര്യം നേടാനായിട്ട് സാധിക്കുന്നത്. ഈ പറയുന്ന സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസ് മാത്രം കാണുമ്പോൾ അതിലത്തെ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഡൂയിങ് നല്ലൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. പക്ഷെ ആ ഡൂയിങ്ങിനേക്കാളും നമുക്ക് കൂടുതൽ ജീവിതത്തിൽ സക്സസ് നേടിത്തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബീയിങ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്, ആയിരിക്കുക. അതായത് ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് വേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാനൊരു ബീയിങ്ങിൽ ആകണമെങ്കിൽ എനിക്ക് അതിന് ആവശ്യം വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ ഇൻറ്റൻഷനാണ്, എൻ്റെ ഉദ്ദേശം. എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ? എനിക്ക് ഒരു സമ്പന്നനാവണം എന്നതാണ് എൻ്റെ ഇൻറ്റൻഷൻ. ഇനി ഈ ബീയിങ്ങിൽ ആയിരിക്കുമ്പോൾ ഇൻറ്റൻഷൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഘടകമാണ് അവെയർനെസ്, തിരിച്ചറിവ്. അതായത് ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയധികം കാശുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് പല പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ തിരിച്ചറിവുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബോധത്തിൽ നമുക്കതിനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനാണ് ഐ ആം ആൻ അമേസിങ് കോണ്ടന്റ് ക്രിയേറ്റർ. അതായത് ഞാൻ വളരെ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ. പക്ഷേ
3 വർഷം മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അവയർനെസ്സിൽ എനിക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു. എന്തൊക്കെയായിരുന്നു? എനിക്ക് പ്രോപ്പറായിട്ട് നല്ല ഒരു ക്യാമറയില്ല. 2, എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു യൂട്യൂബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഇല്ല, അല്ലെങ്കിൽ അതായത് സ്റ്റുഡിയോ പോലത്തെ നല്ലൊരു റൂമില്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ്വെയർ എനിക്കില്ല. അങ്ങനത്തെ പല പല കാര്യങ്ങളും എനിക്കില്ല എന്നുള്ളൊരു അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോൺഷ്യസ്നെസ്സിൽ, എൻ്റെ ബോധത്തിൽ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് നല്ലൊരു ക്യാമറ മേടിക്കേണ്ടതായിട്ട് വരും, എനിക്ക് നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണം, എനിക്ക് നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പ് വേണം, നല്ലൊരു സോഫ്റ്റ്വെയർ വേണം, അത് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും എനിക്ക് ആവശ്യം വേണമെന്നുള്ളത് എൻ്റെ ബോധത്തിൽ വന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓരോരോ കാര്യങ്ങൾ ഡൂയിങ്, അതായത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ, അമേസിങ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ഇൻറ്റൻഷൻ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല പല കാര്യങ്ങൾ എൻ്റെ അവയർനെസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല പല കാര്യങ്ങൾ എൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല പല കാര്യങ്ങളും എൻ്റെ ഡൂയിങ്ങിൽ കൊണ്ടുവന്നു, അതായത് ഞാൻ എൻ്റെ ആക്ഷൻസിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ആക്ഷൻസും മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബീയിങ് എന്നുള്ള ഒരു അവസ്ഥയിൽ ആവുന്നതിന് അതെന്നെ സഹായിച്ചു. എൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് മഹത്തരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ 3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനെ എന്നെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല. അതാണ് ഈ ഹാവിങ് മൈൻഡ് സെറ്റ്. എനിക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇതുപോലുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ പറയുന്ന ഹാവിങ് മൈൻഡ് സെറ്റ്. അതിനു പകരം ഐ ആം ഓൾറെഡി ആൻ അമേസിങ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ബീയിങ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതെൻ്റെ ബോധത്തിൽ വരുന്നതിനനുസരിച്ച്, എൻ്റെ അവയർനെസ്സിൽ വരുന്നതിനനുസരിച്ച് എനിക്ക് മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഡൂയിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബീയിങ്ങിൽ നിൽക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ചെറിയൊരു കോമ്പണൻറ്റ് മാത്രമാണ് ഈ പറയുന്ന ഡൂയിങ്. അതിനെ ഏകീകരിച്ച് നിർത്തുന്ന മറ്റു പല ഫാക്ടേഴ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവയർനെസ്, നമ്മുടെ കോൺഷ്യസ്നെസ് എന്നീ പറയുന്ന സംഭവങ്ങൾ. ഇതെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ബീയിങ്ങിൽ നിൽക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ തന്നെ മനസ്സിലാക്കാവുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ പല പല മേഖലയിലുള്ള നമ്മുടെ ഇൻറ്റൻഷൻസ്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാം. ഇതുപോലെ പല ഇൻറ്റൻഷൻസും നമുക്കുണ്ടാവാം, ഒന്നിൽ കൂടുതൽ ഇൻറ്റൻഷൻസ് ഉണ്ടാകാം. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങളിലും എങ്ങനെയായിരിക്കും ആ ഒരു ബീയിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് ട്യൂൺഡ് ആവും. അങ്ങനെ നമുക്ക് നമ്മുടെ ബീയിങ്ങിൽ ആ ഒരു ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ബീയിങ് ലെവലിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിനു പകരം ഈ ഡൂയിങ് മാത്രം ചെയ്തുകൊണ്ട്, ഈ പറയുന്ന വീഡിയോസ് കണ്ടിട്ട് ഡൂയിങ് മാത്രം ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ബീയിങ് ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കുക? ഈ ബീയിങ് ലെവലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ബീയിങ് ലെവലിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക? അതിന് നമ്മെ സഹായിക്കുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് പറയുന്ന എന്തൊരു കാര്യവും അത് അയാളുടെ വിശ്വാസത്തിൽ എന്നുള്ളതാണ്. അയാൾ അങ്ങനെയായി മാറും. ഇത് ഞാൻ ജോസഫ് മർഫിയുടെ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കെടുത്തിയിട്ട് ഇയാളോട് പറയാണ്, നിങ്ങൾ ഈ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പറയാണ് നിങ്ങൾ വലിയൊരു സമ്പന്നനാണ് എന്ന് ആ ഒരു മോമെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ച് ആക്ട് ചെയ്ത് തുടങ്ങും, ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ. ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ്, പണ്ട് 1950-കളിൽ അമേരിക്കയിലെ ഈ ഏജൻസീസ് ഈ മനുഷ്യന്മാരെ ഈ സ്ട്രീറ്റിലും മറ്റും താമസിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് ചെയ്യുക? അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് വളരെ കൊഹിറൻ്റ് ആയിട്ടുള്ള ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ തീറ്റ ബ്രെയിൻ വേവ് സ്റ്റേറ്റ്, ഈ പറയുന്ന ബ്രെയിൻ വേവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡ് അടയും. പിന്നെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഞാൻ പറയാണ്, ഐ ആം എൻ അമേസിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഐ ആം അഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ബീയിങ് ലെവലിൽ, അത് നമ്മുടെ വലിയൊരു ഇന്റൻഷനിലേക്ക് നമ്മളെ കടത്തിവിടാൻ സഹായിക്കും. അങ്ങനെ വലിയ നല്ലൊരു ഇന്റൻഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പല പല അവയർനെസ്സും അതിനനുസരിച്ചുള്ള കോൺഷ്യസ്നെസ്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ഓരോരോ ഇൻറ്റൻഷൻസും നമ്മുടെ ബീയിങ് ലെവലിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്
സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ബീയിങ് ലെവലിൽ മാറ്റുന്നതിന് സഹായിക്കുന്ന ഐ ആം റിച്ച് അഫർമേഷൻസ് വീഡിയോ 7.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സ്ഥിരമായി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതൊരു പ്രോഗ്രാമായി കടക്കുകയും അതുവഴി വളരെ സമ്പന്നത ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ബിലീഫ്, ആ ഒരു വിശ്വാസം നേടിയെടുക്കുന്നതിനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹാവിങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഡൂയിങ് മൈൻഡ് സെറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബീയിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ എന്നും അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ടോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഉപകരിക്കുന്ന കുറേ നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.